ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാക്സിയിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തെ പറ്റിയുള്ള അടിസ്ഥാന വിവരങ്ങളാണ്, അഥവാ ബേസിക് ഫാക്ട്സ് അബൌട്ട് കേരള എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കേരള PC പ്രിലിമിനറി എക്സാമിന് വേണ്ടി ഒരു സിലബസ് ഒക്കെ പുറത്ത് വിട്ടിട്ടുണ്ട്. നമുക്കറിയാം, അതിൻ്റെ അകത്ത് അടിസ്ഥാന വിവരം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നദികൾ, കായലുകൾ, വൈദ്യുത പദ്ധതികൾ, അതുപോലെ തന്നെ വന്യജീവി സങ്കേതങ്ങൾ, ദേശീയ ഉദ്യാനം, മത്സ്യബന്ധനം, അതുപോലെ തന്നെ കായിക രംഗം. ഇത്രയും കാര്യങ്ങളാണ് കേരള PC ആ ഒരു സിലബസിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ കാര്യങ്ങൾ മാത്രമല്ല, വേറെയും ഒരുപാട് മേഖലകളുണ്ട്. അവിടെ നിന്നെല്ലാം കേരള PC വർഷങ്ങളായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മൾ അത്തരം ചോദ്യങ്ങളെല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തു. ഇതിപ്പോൾ ആ ഒരു വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടാണ്. നമ്മൾ മെയിനായിട്ടും മുൻവർഷ ചോദ്യങ്ങളാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അത്തരം ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം നമ്മൾ 60-ലധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതിലെ കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള പരീക്ഷകളിലും നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ 10th ലെവലിൽ നിന്ന് മാത്രമില്ല, ഇപ്പോൾ +2 ലെവൽ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, അവിടെ എല്ലാം തന്നെ കേരളത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, ബേസിക് ഫാക്ട്സ് ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള എക്സാമുകൾക്കെല്ലാം തന്നെ പ്രയോജനപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഒരുപക്ഷെ ഇതേപോലെ തന്നെ ചോദ്യങ്ങൾ ഇനിയുള്ള പരീക്ഷകളിലും ആവർത്തിച്ചേക്കാം. ഓക്കെ, നമ്മൾ 1000-ലധികം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പം രണ്ടാമത്തെ പാർട്ട് മാത്രമാണ്. മൂന്നാമത്തെയോ നാലാമത്തെ പാർട്ടിൽ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നും, അതുപോലെ തന്നെ എന്താണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് വീഡിയോയിൽ. തുടക്കക്കാർക്കും അതുപോലെ തന്നെ കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും ഒരേപോലെ തന്നെ പ്രയോജനപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഓപ്ഷൻസ് വായിക്കാറില്ല. കാരണം ഇത് കേട്ട് പഠിക്കുന്നവർക്ക് പിന്നീട് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഓപ്ഷൻസ് വായിക്കാത്തത്. നമ്മൾ 302ഓളം ചോദ്യങ്ങൾ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇപ്പം നമ്മൾ 303-ാമത്തെ ചോദ്യം മുതലാണ് അങ്ങോട്ട് പോവുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. പശ്ചിമഘട്ടത്തിൽ എത്ര ചുരങ്ങളുണ്ട്? പശ്ചിമഘട്ടത്തിൽ 16 ചുരങ്ങളാണുള്ളത്. ഓപ്ഷൻ എ 16 ചുരം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് എവിടെയാണ്? ഓപ്ഷൻസ് വായിച്ചു നോക്കുക. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചിൻ്റെ പേരാണ് മുഴുപ്പിലങ്ങാടി ബീച്ച്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി തെക്കേ ഇന്ത്യയിലെ ആനമുടിയാണ്. ആനമുടി 2695 മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ്. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന താലൂക്ക് ഏത് ജില്ലയിലാണ്? ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന താലൂക്ക് ഏത് ജില്ലയിലാണ് എന്നാണ് ചോദ്യം. ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ല. തെക്കേ ഇന്ത്യയിൽ നീലഗിരിയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചുരം ഏതാണ്? നീലഗിരിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചുരം ഏതാണ്? ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ഇതിൻ്റെ ആൻസർ പാലക്കാട് ചുരമാണ്. പാലക്കാട് ചുരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല, ഓപ്ഷൻസ് നോക്കുക. കോഴിക്കോടാണ് ആൻസർ. കോഴിക്കോട്. മഹാരാഷ്ട്രയിൽ പശ്ചിമഘട്ടം ഏത് പേരിൽ അറിയപ്പെടുന്നു? പശ്ചിമഘട്ടത്തിൻ്റെ മറ്റൊരു പേര്, മഹാരാഷ്ട്രയിൽ അത് അറിയപ്പെടുന്ന പേര് സഹ്യാദ്രി എന്നാണ്. സഹ്യാദ്രി. കേരളത്തിൽ ഇടവപ്പാതി ഉണ്ടാകുന്നത് ഏത് കാറ്റ് മൂലമാണ്? ഇടവപ്പാതി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കേരളത്തിൽ പ്രധാനമായിട്ടും 2 മൺസൂണാണ്. ഒന്ന് ഇടവപ്പാതിയും തുലാവർഷവും. ഇടവപ്പാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ് ഇടവപ്പാതി എന്നറിയപ്പെടുക. ഓക്കെ, അതുപോലെ തന്നെ തുലാവർഷമുണ്ട്. തുലാവർഷം എന്ന് പറയുമ്പോഴത്തേക്ക് വടക്ക് കിഴക്ക് മൺസൂണാണ് തുലാവർഷം. റിട്രീറ്റിംഗ് മൺസൂൺ എന്നറിയപ്പെടുന്നതും തുലാവർഷമാണ്. ഓക്കെ, അതേത് മാസമാണ്? ഏത് മാസങ്ങളിലാണ് അത് അനുഭവപ്പെടുക? ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. അത് വീശുന്ന ദിശയാണ് ആദ്യം പറഞ്ഞത് വടക്ക് കിഴക്ക് ദിശയിൽ നിന്ന് വരുന്ന മൺസൂൺ പറയുന്ന പേരാണ് തുലാവർഷം. ഇപ്പം നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കേരളത്തിൽ ഇടവപ്പാതി ഉണ്ടാകുന്നത് ഏത് കാറ്റ് മൂലമാണ്? ഇടവപ്പാതി ഉണ്ടാകുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മൂലമാണ്. ഉണ്ടാവുന്ന മാസം ജൂൺ സെപ്റ്റംബർ. ഇടവപ്പാതി ജൂൺ സെപ്റ്റംബർ, തുലാവർഷം ഒക്ടോബർ നവംബർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ ബേസിക് ഫാക്ട്സ് അബൌട്ട് കേരളയ്ക്കകത്ത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇത് എങ്ങനെയും ഒന്ന് പഠിച്ചു വെക്കുക, ചോദിക്കും. ഇനിയുള്ള എക്സാമ്പിളും ചോദിച്ചേക്കും. മൺസൂണിൻ്റെ പിൻവാങ്ങൽ അനുഭവപ്പെടുന്നത് ഏത് മാസങ്ങളിലാണ്? മൺസൂണിൻ്റെ പിൻവാങ്ങൽ, ഇതാണ് മുമ്പേ പറഞ്ഞ റിട്രീറ്റിംഗ് മൺസൂൺ എന്നറിയപ്പെടുക. ഒക്ടോബർ നവംബർ മാസങ്ങളാണ് മൺസൂണിൻ്റെ പിൻവാങ്ങൽ അനുഭവപ്പെടുക. ആ ഒരു സമയത്തായിരിക്കും നമുക്ക് തുലാവർഷം കിട്ടുക കേരളത്തിൽ. കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് ഏതാണ്? കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ചിൻ്റെ പേരാണ് മുഴുപ്പിലങ്ങാടി ബീച്ച്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല, കണ്ണൂർ ജില്ലയ്ക്കാണ് ഉള്ളത് കേരളത്തിൽ.
കേരളത്തിൽ ജൂൺ മാസം മുതൽ മഴ ലഭിക്കുവാൻ ഇടയാകുന്ന കാറ്റിൻ്റെ പേര്. ഓപ്ഷൻസ് വായിച്ചു നോക്കുക. പറഞ്ഞല്ലോ മുമ്പേ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഫസ്റ്റ് വീഡിയോയിലും പറഞ്ഞു, സെക്കൻഡ് വീഡിയോയിലും പറഞ്ഞു. എന്താണ്? ഓപ്ഷൻസ് വായിച്ചു നോക്കുക. കേരളത്തിൽ ജൂൺ മാസം മുതൽ മഴ ലഭിക്കുവാൻ ഇടയാകുന്ന കാറ്റിൻ്റെ പേരെന്താണ്? അതിൻ്റെ പേര് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയായിരിക്കും ഇടവപ്പാതി. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. പശ്ചിമഘട്ടത്തെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാണ്? 2012 ആണ്. 315ാമത്തെ ചോദ്യം 2012. ആനമലയിൽ ഉത്ഭവിച്ച് പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിൽ കൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദിയുടെ പേര് എന്താണ്? ഓപ്ഷൻസ് നോക്കുക. ഭാരതപ്പുഴയാണ്. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏത്? ഇവിടെ ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ഇവിടെ ആൻസർ ഭവാനിയാണ്. ഭവാനി. അതായത് കിഴക്കോട്ട് ഒഴുകുന്ന നദികളെ ഇങ്ങനെ ഓർക്കുക. ഒരു കോഡുണ്ട് KBP എന്ന് ഓർക്കുക. കബനി, ഭവാനി, പാമ്പാർ. അതാണ് KBP. ഈ 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. കിഴക്കോട്ടെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇത് പിന്നീട് ചെന്ന് ചേരുന്നത് എങ്ങോട്ടായിരിക്കും? അതായത് ബംഗാൾ ഉൾക്കടലിലായിരിക്കും ഇവ പിന്നീട് ചെന്ന് ചേരുക. അതേസമയം ബാക്കിയുള്ള 41 നദികളും ചെന്ന് ചേരുന്നത് അറബിക്കടലിലായിരിക്കും. അതാണ് വ്യത്യാസം. അപ്പോൾ ഓർത്തുകൊള്ളുക, ഈ 3 നദികൾ മാത്രമേ കിഴക്കോട്ട് ഒഴുകുന്നുള്ളൂ. ഈസ്റ്റേൺ ഡയറക്ഷനിൽ ഒഴുകുന്നത് 3 നദികളാണ്. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. ഇതിനെ ബേസ് ചെയ്തിട്ട് ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കാണും. കാരണം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ചോദ്യങ്ങൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ്? ഭവാനിയാണ്. ഭവാനി. താഴെ പറയുന്നവയിൽ പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന നദി, പാലക്കാട് ജില്ലയിൽ കൂടി ഒഴുകുന്ന നദിയാണ്. ഓപ്ഷൻസ് നോക്കുക. ഭവാനിയാണ്. ഓപ്ഷൻ ഡി ഭവാനിയാണ് ഇതിൻ്റെ ആൻസർ. അട്ടപ്പാടിയിൽ കൂടെ ഒഴുകുന്ന നദി ഏതാണ്? അട്ടപ്പാടിയിൽ കൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി. ഓപ്ഷൻ ഡി ശിരുവാണി. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള കേരളത്തിലെ നദി ഏതായിരിക്കും? പെരിയാറാണ്. ഓപ്ഷൻ ബി പെരിയാറാണ് ഇതിൻ്റെ ആൻസർ. തേക്കടി വന്യമൃഗ സങ്കേതം ഏത് നദിയുടെ കരയിലാണ്? തേക്കടി വന്യമൃഗ സങ്കേതം പെരിയാറിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. പെരിയാർ നദിയുടെ പഴയ നാമധേയം എന്തായിരുന്നു? ചൂർണി എന്നാണ്. ചൂർണി. ഫസ്റ്റ് വീഡിയോയിൽ ഓപ്ഷൻസ് വായിച്ചപ്പോൾ തെറ്റിപ്പോയിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം വീണ്ടും ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പെരിയാർ നദിയുടെ പഴയ പേരെന്തായിരുന്നു? ചൂർണി എന്നാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. താഴെ പറയുന്നവയിൽ കർണാടകയിൽ കൂടെ ഒഴുകുന്ന നദി ഏതാണ്? കർണാടകയിൽ കൂടി ഒഴുകുന്ന നദി ഏതാണ്? കർണാടക. കബനി. ഇവിടെ ആൻസർ കബനിയാണ്. കബനി. കർണാടകയിൽ കൂടെ ഒഴുകുന്ന നദി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കാവേരിയുടെ ട്രിബ്യൂട്ടറിയാണ് ഈ പറയുന്ന കബനി നദി. ഓക്കെ, തിരുനാവായ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? തിരുനാവായ. ഭാരതപ്പുഴയുടെ തീരത്താണ് തിരുനാവായ സ്ഥിതി ചെയ്യുന്നത്. ഭാരതപ്പുഴയുടെ പോഷക നദി ഏതാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഭാരതപ്പുഴയുടെ പോഷക നദി ഏതാണ്? കുന്തിപ്പുഴയാണ്. ഓപ്ഷൻ ബി കുന്തിപ്പുഴ. നിള എന്നറിയപ്പെടുന്ന നദി ഏതാണ്? നിള എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ തന്നെയാണ്. നിള എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. തമിഴ്നാട്ടിൽ ഉത്ഭവിച്ച് അറബിക്കടലിൽ ചേരുന്ന കേരളത്തിലെ പ്രധാന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. തമിഴ്നാട്ടിലെ ആനമലയിൽ ഉത്ഭവിച്ച് അറബിക്കടലിൽ ചേരുന്ന നദിയാണ് ഭാരതപ്പുഴ. ഏത് നദിയിലാണ് ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്നത്? ശബരിഗിരി. ഗിരി എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാണ് അല്ലേ? അപ്പം ഈ ഒരു വാക്കൊന്ന് കൂടുതൽ മലയാളിവൽക്കരിച്ച് കഴിഞ്ഞാൽ എന്താവും? ശബരിമല എന്നാവും അല്ലേ? ശബരിമല നമുക്കറിയാം. ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പമ്പ എന്നേ പറയുള്ളൂ. അപ്പം ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഏത് നദിയിലാണ് ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പമ്പയിലാണ്. പമ്പ. ഭാരതപ്പുഴയുടെ തീരത്ത് മാമാങ്കം നടന്നിരുന്ന സ്ഥലമാണ് തിരുനാവായ. ഓപ്ഷൻ സി തിരുനാവായ. ഭാരതപ്പുഴയുടെ ഉത്ഭവം ഏത് സംസ്ഥാനത്തു നിന്നുമാണ്? ഓൾറെഡി പറഞ്ഞല്ലോ. എവിടെ നിന്നാണ്? തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും. മലമ്പുഴ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയിലാണ്. ഭാരതപ്പുഴ. നെഹ്റു ട്രോഫി വള്ളം കളി ഏത് കായലിലാണ് നടക്കുന്നത്? പുന്നമടക്കായലിലാണ്. എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ശുദ്ധജലം എന്നോ
ഉപ്പുകായലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് ഏതായിരിക്കും? അപ്പം നമ്മൾ നോക്കേണ്ടത് ശുദ്ധജലം എടുക്കരുത്. ഏറ്റവും വലിയ കായൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേതാണ്? വേമ്പനാട്ട് കായലാണ്. ഓപ്ഷൻ ബി വേമ്പനാട്ട് കായൽ. ശാസ്താംകോട്ട കായൽ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശാസ്താംകോട്ട കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഒന്നും പറഞ്ഞിട്ടില്ല, ശുദ്ധമെന്നോ അശുദ്ധമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വേമ്പനാട്ട് കായലാണ്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വേമ്പനാട്ട് കായലിൽ തന്നെയാണ് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള നദി, വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴ. ഇതും കഴിഞ്ഞ വീഡിയോയിൽ റിമൂവ് ചെയ്തൊരു ചോദ്യമാണ്, കാരണം വായിച്ചപ്പോൾ തെറ്റിപ്പോയിരുന്നു. ഇതിൻ്റെ ആൻസർ എന്താണ്? വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? അതും ഈ പറയുന്ന മഞ്ചേശ്വരം പുഴ തന്നെയാണ്. ഒറ്റയാനെ കണ്ടെത്തുക. ചാലക്കുടി പുഴ, കുന്തിപ്പുഴ, പമ്പ, പാമ്പാർ. മുമ്പേ പറഞ്ഞ ആ ഒരു കോഡ് ഓർത്താൽ മതി. KBP, കബനി, ഭവാനി, പാമ്പാർ. അവയെല്ലാം എന്താണ്? അവയെല്ലാം തന്നെ കിഴക്കോട്ട് ഒഴുകുന്ന നദിയായിരുന്നു അല്ലേ? കബനി, ഭവാനി, പാമ്പാർ. ബാക്കിയെല്ലാം പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ്. ഇവിടെ ഒറ്റയാൻ ഏതാണ്? പാമ്പാറാണ്. KBPയിലെ പാമ്പാർ. കബനി, ഭവാനി, പാമ്പാറിലെ പാമ്പാർ. ഓപ്ഷൻ എ പാമ്പാർ. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി, വടക്കല്ല, ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയുടെ പേരാണ് നെയ്യാർ. ഓപ്ഷൻ എ നെയ്യാർ. പെരിയാറിൻ്റെ തീരത്തുള്ള പട്ടണം ഏതാണ്? ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ആലുവ. ഓപ്ഷൻ ബി ആലുവയാണ് ഇതിൻ്റെ ആൻസർ. കേരളത്തിലെ പുണ്യനദി താഴെ പറയുന്നവയിൽ ഏതായിരിക്കും? ഓപ്ഷൻസ് നോക്കുക. ഇവിടെ ആൻസർ പമ്പയാണ്. പമ്പ. ഏത് കായൽ അറബിക്കടലുമായി യോജിക്കുന്നിടത്താണ് നീണ്ടകര അഴി സ്ഥിതി ചെയ്യുന്നത്? കടലും കായലും കൂടെ യോജിക്കുന്ന ആ ഒരു സ്ഥലത്തിന് പറഞ്ഞ പേരാണ് അഴി. അപ്പം ഏത് കായൽ അറബിക്കടലുമായിട്ട് യോജിക്കുന്ന സ്ഥലമാണ് നീണ്ടകര അഴി? നീണ്ടകര അഴി സ്ഥിതി ചെയ്യുന്നത് അഷ്ടമുടി കായൽ അറബിക്കടലുമായിട്ട് യോജിക്കുന്ന സ്ഥലമാണ് നീണ്ടകര അഴി. ഓക്കെ, ഈ അഷ്ടമുടി എവിടെയാണ്? അഷ്ടമുടി കൊല്ലം ജില്ലയിലാണ്. നീണ്ടകര എവിടെയാണ്? നീണ്ടകരയും കൊല്ലം ജില്ലയിലാണ്. കല്ലടയാറ് പതിക്കുന്ന കായൽ, കല്ലടയാറ് എവിടെയാണ്? കല്ലടയാറും ഈ പറഞ്ഞ കൊല്ലത്ത് തന്നെയാണ്. അപ്പോൾ അതെവിടെ ആയിരിക്കും പതിക്കുക? കൊല്ലത്തെ പ്രധാനപ്പെട്ട ഒരു കായലാണ് അഷ്ടമുടി കായൽ. അപ്പോൾ കല്ലടയാറ് പതിക്കുന്നതും അഷ്ടമുടി കായലിൽ തന്നെ ആണ്. ഓക്കെ, വേമ്പനാട്ട് കായലിന് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ബാക്കി തന്നെ ഇവിടെ ഓപ്ഷൻ്റെ അകത്ത് വേമ്പനാട്ട് കായൽ തന്നിട്ടില്ല. അഷ്ടമുടി കായലിൽ ചേരുന്ന പ്രധാന നദി ഏതാണ്? അഷ്ടമുടി കായലിൽ ചേരുന്ന പ്രധാനപ്പെട്ട നദി ഏതാണ്? മുമ്പേ പറഞ്ഞല്ലോ, കല്ലടയാറാണ്. ഓപ്ഷൻ എ കല്ലടയാർ. അപൂർവ ദേശാടന പക്ഷികൾ എത്തുന്ന പാതിരാമണൽ ദ്വീപ് ഏത് കായലിൽ സ്ഥിതി ചെയ്യുന്നു? പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വേമ്പനാട്ട് കായലിലാണ്. വേമ്പനാട്ട് കായൽ. കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നതും വേമ്പനാട്ട് കായലിൽ തന്നെയാണ്. കുമരകം ഏത് കായലിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? കുമരകം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ്. തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്ന കായൽ ഏതാണ്? തണ്ണീർമുക്കം സ്ഥിതി ചെയ്യുന്ന കായൽ വേമ്പനാട്ട് കായൽ തന്നെയാണ്. കുമരകത്തിനും തണ്ണീർമുക്കത്തിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന ചെറു ദ്വീപിൻ്റെ പേര് എന്താണ്? കുമരകത്തിനും തണ്ണീർമുക്കത്തിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ചെറു ദ്വീപാണ് പാതിരാമണൽ ദ്വീപ്. വെള്ളായണി കായൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വെള്ളായണി കായൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ശാസ്താംകോട്ട ശുദ്ധജല തടാകം ഏത് ജില്ലയിലാണ്? ശാസ്താംകോട്ട സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ല. ലോകരാജ്യങ്ങൾ 83 ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ച റംസാർ ഉടമ്പടി പ്രകാരം പ്രത്യേക പരിഗണന അർഹിക്കുന്ന കേരളത്തിലെ പ്രദേശങ്ങളിൽ ഒന്ന് ഏതാണ്? റംസാർ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ കായൽ ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. ഓപ്ഷൻ ബി ശാസ്താംകോട്ട കായൽ. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പൂക്കോട് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. ഓക്കെ, സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏതാണ്? ഈ പറഞ്ഞ പൂക്കോട് തടാകമാണ്. അത് ഹൈറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും കുറച്ച് മലമുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത്? പൂക്കോട് തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം, മുമ്പേ പറഞ്ഞത് ഇങ്ങനെ ചോദ്യം വരുമെന്നാണ്. ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശാസ്താംകോട്ട കായലാണ്. ശാസ്താംകോട്ട കായൽ. കബനി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? കബനി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഈ ഒരു ചോദ്യം നമ്മൾ വേറെ തരത്തിൽ കുറച്ച് മുമ്പ് കണ്ടു. എന്തിൻ്റെ പോഷക നദിയായിരുന്നു കബനി നദി? കാവേരിയുടെ പോഷക നദിയായിരുന്നു കബനി നദി.
കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏവ? ഈ KBP അതേപടി ചോദിച്ചിരിക്കുകയാണ്. ഏതാണ് കിഴക്കോട്ടൊഴുകുന്ന 3 നദിയുള്ളൂ? ഏതൊക്കെയായിരുന്നു? കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ. കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി ഏതായിരുന്നു? നെയ്യാറായിരുന്നു. നെയ്യാർ. ഓപ്ഷൻ സി നെയ്യാർ. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം ഏതാണ്? ചാടിക്കേറി 44 നദി എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്, അത് മാർക്ക് ചെയ്യരുത്. എത്ര എണ്ണമാണ്? ഓൾറെഡി പറഞ്ഞല്ലോ, 41 എണ്ണമേ പടിഞ്ഞാറോട്ട് ഒഴുകുന്നുള്ളൂ. ബാക്കി 3 എണ്ണം എങ്ങോട്ടാണ് ഒഴുകുക? കിഴക്കോട്ടാണ് ഒഴുകുക. താഴെ പറയുന്നവയിൽ സൈലൻറ്റ് വാലിയിൽ കൂടെ ഒഴുകുന്ന നദി ഏതാണ്? സൈലൻറ്റ് വാലിയിൽ കൂടെ ഒഴുകുന്ന നദി ഏതാണ്? കുന്തിപ്പുഴയാണ്. സൈലൻറ്റ് വാലിയിൽ ഉത്ഭവിക്കുന്ന നദി ഏതാണ്? തൂതപ്പുഴയാണ്. ഓക്കെ. കാവേരി തർക്ക പരിഹാര ട്രിബ്യൂണലിൻ്റെ വിധി പ്രകാരം കേരളത്തിന് ലഭ്യമാകുന്ന ജലത്തിൻ്റെ അളവ് എത്രയാണ്? ഇതിൻ്റെ ആൻസർ 30 TMC അടിവെള്ളമാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട നദി ഏതാണ്? മീനച്ചിലാറാണ്. മീനച്ചിലാർ. അരുന്ധതി റോയിയുടെ നോവലിൽ പരാമർശിക്കപ്പെടുന്ന നദി ഏത് എന്നുള്ള കാര്യം ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. അതേതാണ്? മീനച്ചിലാറാണ്. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പെരിയാറാണ്. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിക്കപ്പെടുന്ന നദി ഏതാണ്? പെരിയാറാണ്. ഈ കൗടില്യൻ ആരാണ്? ചാണക്യനാണ് അല്ലേ? ചാണക്യൻ ചൂർണി എന്ന് പരാമർശിച്ചിരിക്കുന്നത് പെരിയാറിനെ തന്നെയാണ്. പമ്പാ നദിയുടെ തീരവുമായി ബന്ധമില്ലാത്ത പുണ്യക്ഷേത്രം. ബന്ധമില്ലാത്തത് എന്നാണ് ചോദ്യം. പമ്പയുമായിട്ട് ബന്ധമില്ലാത്ത പുണ്യക്ഷേത്രം ഏതാണ്? കടമ്മനിട്ടയാണ്. ഓപ്ഷൻ എ കടമ്മനിട്ട. ബാക്കിയൊക്കെ പമ്പാ നദിയുടെ തീരത്താണ്. ചക്കുളത്ത് കാവാണെങ്കിലും ശബരിമലയാണെന്നുണ്ടെങ്കിലും ആറന്മുളയാണെന്നുണ്ടെങ്കിലും പമ്പാ നദിയുടെ തീരവുമായിട്ട് ബന്ധമുണ്ട്. മാരാമൺ കൺവെൻഷൻ ഏത് നദിയുടെ തീരത്താണ് നടക്കുന്നത്? പമ്പയുടെ തീരത്താണ് മാരാമൺ കൺവെൻഷൻ നടക്കുന്നത്. പമ്പാ നദി ഏത് കായലിലാണ് ഒഴുകി എത്തുന്നത്? വേമ്പനാട്ട് കായലിലാണ് പമ്പാ നദി ഒഴുകി എത്തുന്നത്. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ശബരിമല ക്ഷേത്രം ഏത് നദിയുടെ സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്? പമ്പയുടെ തീരത്താണ്. എല്ലാവർക്കും അറിയാം, പമ്പയുടെ തീരത്താണ്. കാവേരിയുടെ ഒരു പോഷക നദി കേരളത്തിൽ നിന്നും ഉത്ഭവിക്കുന്നുണ്ട്. ഏതാണ് അത്? ഓൾറെഡി കണ്ടല്ലോ നമ്മൾ ഈ ഒരു ചോദ്യം. പല രീതിയിലാണ് ചോദിക്കുന്നത്. കാവേരിയുടെ പോഷക നദിയാണ് കായൽ തന്നെ തുടങ്ങുന്ന കബനി. ഓപ്ഷൻ ബി കബനി. വയനാട് ജില്ലയിലൂടെ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ്? കബനി നദിയാണ്. കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കബനി നദിയിലാണ്. വയനാട് ജില്ലയിൽ കൂടെ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ്? കബനി നദിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ തടാകമായ വേമ്പനാട്ട് കായൽ ഉൾപ്പെടാത്ത ജില്ല. ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. വേമ്പനാട്ട് കായൽ ഉൾപ്പെടാത്ത ജില്ല. വേമ്പനാട്ട് കായൽ ആക്ച്വലി 3 ജില്ലകളായിട്ട് പരന്ന് കിടക്കുകയാണ്. എവിടേക്കാണ്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം. കൊല്ലം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. കൊല്ലവും വേമ്പനാട്ട് കായലുമായിട്ട് യാതൊരു ബന്ധമില്ല. കൊല്ലത്തുള്ള കായൽ ഏതാണ്? അഷ്ടമുടി കായലാണ്. അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ തടാകമായ വേമ്പനാട്ട് കായൽ ഉൾപ്പെടാത്ത ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. ഓക്കെ. കേരളത്തിൽ ഉത്ഭവിക്കുന്ന കാവേരി നദിയുടെ പോഷക നദികൾ എത്രയാണ്? കാവേരി നദിയുടെ പോഷക നദികൾ 3 എണ്ണമാണ്. ഏതൊക്കെയായിരുന്നു? കബനി, ഭവാനി, പാമ്പാർ തന്നെയാണ്. ഇത് പിന്നീട് തമിഴ്നാട് കടന്നിട്ട് വേണമല്ലോ കർണാടകയിലേക്ക് ചെല്ലാൻ. ഏറ്റവും അവസാനം ഈ കർണാടകയിൽ വരെ ചെല്ലുന്നത് കബനിയേ ഉള്ളൂ. ബാക്കി 2 എണ്ണം തമിഴ്നാട്ടിൽ വെച്ചിട്ട് യോജിക്കും. അത് പിന്നീട് കാവേരിയായിട്ട് കർണാടകയിലേക്ക് എൻട്രി ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ കാവേരിയുടെ പോഷക നദി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കബനിയെ പറയാറുള്ളൂ. ഓക്കെ. പക്ഷേ എന്താണ്, അത് തമിഴ്നാട്ടിൽ വെച്ച് യോജിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? കേരളത്തിൽ ഉത്ഭവിക്കുന്ന കാവേരി നദിയുടെ പോഷക നദികൾ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 3 എണ്ണമാണ്. കബനി, ഭവാനി, പാമ്പാർ. കബനി എവിടെ വരെയും പോകുന്നുണ്ട്? കബനി തമിഴ്നാടും കഴിഞ്ഞിട്ട് എവിടെ വരെയും പോകുന്നുണ്ട്? കർണാടകയിൽ കൂടി എൻട്രി ചെയ്യുന്നുണ്ട്. പക്ഷേ ബാക്കി 2 എണ്ണം എന്താണ്? പൂർണ്ണമായിട്ടും തമിഴ്നാട്ടിൽ വെച്ചിട്ട് തന്നെ കാവേരിയുമായിട്ട് യോജിക്കും. അത് പിന്നീട് കാവേരി എന്ന് പറയുന്ന നദിയായിട്ട് കർണാടകയിലേക്ക് എൻട്രി ചെയ്യും. നെഹ്റു ട്രോഫി വള്ളം കളി നടക്കുന്ന ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ല. നെഹ്റു ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? വള്ളം കളിയാണ്. താഴെ പറയുന്നവയിൽ
കർണാടകയിലേക്ക് ഒഴുകുന്ന നദി ഏതാണ്? കർണാടകയിലേക്ക് ഒഴുകുന്ന നദി മുമ്പേ പറഞ്ഞ കാര്യമാണ്. ഏതാണ്? കബനി നദിയാണ്. അങ്ങനെ എല്ലാം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. താഴെ പറയുന്നവയിൽ കർണാടകയിലേക്ക് ഒഴുകുന്ന നദി കബനി നദിയാണ്. കബനി നദി. തമിഴ്നാട്ടിൽ ഉത്ഭവിച്ച് അറബിക്കടലിൽ ചേരുന്ന നദിയുടെ പേര് എന്തായിരുന്നു? ഭാരതപ്പുഴയായിരുന്നു. ഓപ്ഷൻ ബി ഭാരതപ്പുഴ. കേരളത്തിൽ ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ എത്ര? കേരളത്തിലെ ഏറ്റവും വലിയ നദിയിൽ ഉള്ള ദ്വീപ് ഏതാണ്? കുറുവാ ദ്വീപാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള കേരളത്തിലെ നദി ഏതാണ്? പെരിയാറാണ്. ഓപ്ഷൻ ബി പെരിയാർ. പ്രശസ്തമായ മാമാങ്കം നടന്നിരുന്നത് ഏത് പുഴയുടെ തീരത്ത് വെച്ചിട്ടാണ്? ഭാരതപ്പുഴയുടെ തീരത്തായിരുന്നു മാമാങ്കം നടന്നിരുന്നത്. വേമ്പനാട്ട് കായലിൻ്റെ നടുവിലുള്ള ദ്വീപിൻ്റെ പേര് എന്താണ്? പാതിരാമണൽ എന്നാണ്. ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം കേരളത്തിൽ എവിടെ കാണപ്പെടുന്നു? എവിടെയാണ്? മേപ്പാടിയിലാണ്. മേപ്പാടി. മിനി പമ്പ എന്ന പദ്ധതി കേരളത്തിലെ ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ്? ഇതിൻ്റെ ആൻസർ ഭാരതപ്പുഴയാണ്. ഓപ്ഷൻ ബി ഭാരതപ്പുഴ. ഇത് സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയിലാണ് എന്നുള്ള കാര്യം പറഞ്ഞു. ഇതങ്ങ് മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് വരുന്ന തീർത്ഥാടകർക്ക് സൗകര്യം ഒരുക്കി കൊടുത്തു. അവിടെ ഒരു സ്നാനഘട്ടമൊക്കെ പണിതിട്ട് അവിടെ അവർക്ക് കുളിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു. അതാണ് പിന്നീട് ഈ മിനി പമ്പ എന്നുള്ള പേരിൽ അറിയപ്പെടാൻ വേണ്ടി തുടങ്ങിയത്. ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നുമാണ്? ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നുമാണ്. തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ആണ്. ചാലിയാറിൻ്റെ നീളം എത്രയാണ്? ചാലിയാറിൻ്റെ നീളം 105 മൈലാണ്. ചാലിയാറിൻ്റെ നീളം 105 മൈൽ. ഏത് കായലിൻ്റെ തീരത്താണ് പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ വൈക്കം സ്ഥിതി ചെയ്യുന്നത്? വൈക്കം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ്. നദിയെക്കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്ന പേരെന്താണ്? പോട്ടമോളജി എന്നാണ്. ഓപ്ഷൻ ബി പോട്ടമോളജി. കുട്ടനാടിൻ്റെ എക്കോസിസ്റ്റവുമായി ബന്ധപ്പെട്ട നദി ഏതാണ്? പമ്പാ നദിയാണ്. ഓപ്ഷൻ എ പമ്പാ നദി. താഴെ പറയുന്നവയിൽ കേരളത്തിൻ്റെ ശുദ്ധജല തടാകം അല്ലാത്തത് ഏതാണ്? ശുദ്ധജല തടാകം അല്ലാത്തത് വേമ്പനാട്ട് കായലാണ്. ബാക്കി മൂന്നും പൂക്കോടാണെങ്കിലും വെള്ളാണിയാണെങ്കിലും ശാസ്താംകോട്ടയാണെങ്കിലും ശുദ്ധജല തടാകം ആണ്. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ. കേരളത്തിലെ രണ്ടാമത്തെ ചെറിയ നദി ഏതാണ്? ഏറ്റവും ചെറിയ നദി ഏതായിരുന്നു? മഞ്ചേശ്വരമായിരുന്നു. ഏറ്റവും രണ്ടാമത്തെ ചെറിയ നദി ആയൂരാണ്. ആയൂർ. ഓപ്ഷൻ എ ആയൂർ. ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? എഴുത്തച്ഛനാണ്. എഴുത്തച്ഛൻ. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിന് ശാശ്വത പരിഹാരം കാണുവാനായി 1951 ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ്? 1951 ആരംഭിച്ച പദ്ധതിയാണ് തോട്ടപ്പള്ളി സ്പിൽവേ. അവിടുത്തെ വെള്ളപ്പൊക്കത്തിന് ഒരു ശാശ്വത പരിഹാരം എന്നുദ്ദേശിച്ചിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. 1951 തോട്ടപ്പള്ളി സ്പിൽവേ. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടല എന്നീ നദികൾ സംഗമിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രം താഴെ പറയുന്നവയിൽ ഏതാണ്? മൂന്നാറാണ്. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടല എന്നതാണ് ആ മൂന്നാറിലെ മൂന്നാറുകൾ. ഇവയൊക്കെയാണ്. ഏതൊക്കെയാണ്? മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടല. ആ മൂന്ന് നദികൾ ചേരുന്ന സ്ഥലത്തുള്ള സുഖവാസ കേന്ദ്രമാണ് മൂന്നാർ. പശ്ചിമഘട്ടത്തിലെ ആനമുടി കുന്നിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ്? ആനമുടി കുന്നിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? പാമ്പാറാണ്. പാമ്പാർ. ആനമുടിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പാമ്പാർ. ചാലക്കുടി പുഴ പതിക്കുന്ന കായലിൻ്റെ പേര് എന്താണ്? ഓപ്ഷൻസ് നോക്കുക. കൊടുങ്ങല്ലൂർ കായലാണ്. ഓപ്ഷൻ എ കൊടുങ്ങല്ലൂർ കായൽ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. ഓപ്ഷൻ എ പെരിയാർ. കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലിൻ്റെ എണ്ണം എത്രയാണ്? കടലുമായിട്ട് നേരിട്ട് ബന്ധമുള്ളത് 27 കായലുകൾക്ക് ആണ്. തലയാർ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? തലയാർ എന്നറിയപ്പെടുന്നത് പാമ്പാറാണ്. പാമ്പാർ. ആനമുടിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പാമ്പാർ. ഏത് നദിയുടെ പോഷക നദിയാണ് പഴശ്ശിനി പുഴ? ചന്ദ്രഗിരിയുടെ പോഷക നദിയാണ് പഴശ്ശിനി പുഴ. ചന്ദനമരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? മറയൂരാണ്. ഓപ്ഷൻ എ മറയൂർ.
കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് പീച്ചിയിലാണ്. ഓപ്ഷൻ സി പീച്ചി. ലയൺ സഫാരി പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നെയ്യാർ ഡാമിലാണ്. ഓപ്ഷൻ ഡി നെയ്യാർ ഡാം. കേരളത്തിൽ വനമില്ലാത്ത ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. ആലപ്പുഴയിലാണ് ഏറ്റവും കുറവ് വനമുള്ളത്. ഇപ്പോൾ പണ്ട് വനമേ ഇല്ലായിരുന്നു, ഇപ്പോൾ ചെറിയ ചെറിയ തുരുത്തൊക്കെ ഉണ്ട്. കറണ്ട് അഫയറിനകത്ത് ചെറിയ അപ്ഡേഷനൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ തുരുത്തുകളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം കുറച്ച് പഴയ ചോദ്യമാണ്. കേരളത്തിൽ വനമില്ലാത്ത ജില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏറ്റവും വനം കുറവുള്ള ജില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആലപ്പുഴയാണ്. കേരളത്തിലെ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം എവിടെയാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻസിൻ്റെ അകത്ത് ഏതാണ് ആൻസർ? വന്യമൃഗ സംരക്ഷണ കേന്ദ്രം ഏതാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ തേക്കടിയാണ് ആൻസർ. തേക്കടി ടൈഗർ റിസർവ്, പെരിയാർ ടൈഗർ റിസർവ്, വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. പെരിയാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. ഓക്കെ. പറമ്പിക്കുളം കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്താണ് ചോദ്യം. മുത്തലമട ഗ്രാമപഞ്ചായത്തിലാണ് പറമ്പിക്കുളം സ്ഥിതി ചെയ്യുന്നത്. കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഒരു പക്ഷി സങ്കേതമാണല്ലോ കുമരകം. ഇത് ഏത് ജില്ലയിലാണ്? കുമരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ടയം ജില്ലയിലാണ് കുമരകം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ പ്രസിദ്ധമായ ആന വളർത്തൽ കേന്ദ്രം, ഓപ്ഷൻസ് നോക്കുക. ആന വളർത്തൽ കേന്ദ്രം കോടനാടാണ്. ഓപ്ഷൻ ഡി കോടനാട്. പക്ഷിപ്പാതാളം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ് പക്ഷിപ്പാതാളം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മരക്കുന്നം ദ്വീപിലാണ്. മരക്കുന്നം ദ്വീപ്. കേരളത്തിൽ അവസാനമായി രൂപം കൊണ്ട വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. ഇതൊരു കറണ്ട് അഫയർ ചോദ്യമാണ്. ഇത് കുറച്ച് പഴയ ചോദ്യമാണ്. ഇപ്പം നമ്മളിവിടെ കറണ്ട് അഫയർ ആണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ കരിമ്പുഴയാണ്. കരിമ്പുഴ 18ാമത്തെ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ. ഇത് ചോദിക്കുന്ന സമയത്ത് തിരുനെല്ലിയായിരുന്നു ഇതിൻ്റെ ആൻസർ. ഇപ്പോൾ എന്താണ്? കരിമ്പുഴയാണ് കേരളത്തിൽ അവസാനമായിട്ട് രൂപം കൊണ്ട വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. 18ാമത്തെ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് കരിമ്പുഴ, മലപ്പുറം ജില്ലയിലെ കരിമ്പുഴ. മുളങ്കാടുകൾക്ക് പ്രശസ്തമായ മലപ്പുറം ജില്ലയിലെ പ്രദേശം ഏതാണ്? നിലമ്പൂരാണ്. നിലമ്പൂർ മറ്റൊരു കാര്യത്തിനും കൂടി പ്രശസ്തമാണ്. ഏതാണ്? തേക്ക് അല്ലേ? തേക്കിൻ തോട്ടത്തിനും കൂടെ പ്രശസ്തമാണ്. മുളങ്കാടുകൾക്ക് പ്രശസ്തമായ മലപ്പുറം ജില്ലയിലെ പ്രദേശം നിലമ്പൂർ. സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന മൃഗം ഏതാണ്? സിംഹവാലൻ കുരങ്ങാണ്. ഓപ്ഷൻ എ സിംഹവാലൻ കുരങ്ങ്. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് സൈലൻറ്റ് വാലി. കേരളത്തിൻ്റെ ഏറ്റവും വലിയ മഴക്കാട് സൈലൻറ്റ് വാലി. സൈലൻറ്റ് വാലി താഴെ പറയുന്നവയിൽ ഏതിനം വന വിഭാഗം ആണ്? ഓപ്ഷൻസ് നോക്കുക. നിത്യഹരിത വനമാണ് സൈലൻറ്റ് വാലി. സൈലൻറ്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ് സൈലൻറ്റ് വാലി. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ബയോഡൈവേഴ്സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിക്കപ്പെട്ട കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? സൈലൻറ്റ് വാലിയാണ്. സൈലൻറ്റ് വാലി. കേരളത്തിലെ 16ാമത്തെ വന്യമൃഗ സങ്കേതം ഏതായിരുന്നു? മലബാർ വന്യജീവി സങ്കേതം ആയിരുന്നു. ഇപ്പം നമ്മൾ കണ്ടല്ലോ, 18ാമത്തെ ഏതായിരുന്നു? കരിമ്പുഴയായിരുന്നു. 16ാമത്തേത് മലബാർ വന്യജീവി സങ്കേതം. ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതത്തിൻ്റെ പേരാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാറാണ്. പെരിയാർ ടൈഗർ റിസർവ്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പെരിയാർ. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം ഏതാണ്? ചിന്നാറാണ്. ചിന്നാർ. ഓപ്ഷൻ എ ചിന്നാർ. തേക്കടി ഒരു ഡാഷ് ആണ്. വന്യമൃഗ സംരക്ഷണ കേന്ദ്രമാണ് തേക്കടി. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ആനകൾക്ക് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? ആനകൾക്ക് പ്രസിദ്ധമായ സ്ഥലം പെരിയാറാണ്. ഓപ്ഷൻ ഡി പെരിയാർ. തെന്മല എക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തെന്മല സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്.
കേരളത്തിലെ തേക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തേക്ക് മ്യൂസിയം നിലമ്പൂർ. ഓപ്ഷൻ സി നിലമ്പൂർ. നെല്ലിയാമ്പതി ഹിൽസ് എവിടെയാണ്? ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. പാവപ്പെട്ടവരുടെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതി. കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് KK നീലകണ്ഠനാണ്. KK നീലകണ്ഠൻ. കേരളത്തിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്ന പൂന്തോട്ടം ഏതാണ്? മലമ്പുഴ ഗാർഡൻ. മലമ്പുഴ ഉദ്യാനമാണ് കേരളത്തിൻ്റെ വൃന്ദാവനം എന്ന് അറിയപ്പെടുന്നത്. ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് പാലോടാണ്. പാലോട്. കേരളത്തിലെ ഒരു നാഷണൽ പാർക്ക് ഏതാണ്? ഓപ്ഷൻസിലെ നാഷണൽ പാർക്ക് ഏതാണ്? ഇരവികുളമാണ്. ഓപ്ഷൻ ബി ഇരവികുളം. ലോകത്തിലെ ഒന്നാമത്തെ തേക്കിൻ തോട്ടം കേരളത്തിലാണ്. അത് എവിടെയാണ്? നിലമ്പൂറാണ്. ഓപ്ഷൻ സി നിലമ്പൂർ. 4 ദേശീയ ഉദ്യാനങ്ങളുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. ഒരെണ്ണം നമ്മൾ പാലക്കാടിനും കൊടുത്തു. മൊത്തം 5ആണ്. 4 ഇടുക്കിയിലാണ്. ഒരെണ്ണം സൈലൻറ്റ് വാലി പാലക്കാട് ജില്ലയിലാണ്. ചീവീടുകൾ ഇല്ല എന്ന പ്രത്യേകതയുള്ള കേരളത്തിലെ വനപ്രദേശം ഏതാണ്? ചീവീടുകൾ ഇല്ല എന്നുള്ള പ്രത്യേകതയുള്ളത് സൈലൻറ്റ് വാലിക്കാണ്. സൈലൻറ്റ് വാലി. സിംഹവാലൻ കുരങ്ങുകൾ സൈലൻറ്റ് വാലിയിൽ മാത്രം കാണപ്പെടുന്നതിൻ്റെ കാരണം എന്താണ്? അവിടെയുള്ള വെടിച്ചക്കയുടെ സാന്നിധ്യമാണ്. അതായത് വെടിപ്ലാവുകൾ ഉള്ളതുകൊണ്ടാണ് അവിടെ സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നത്. പാലക്കാട് ജില്ലയിലെ സൈലൻറ്റ് വാലിയുടെ പഴയ പേര് എന്താണ്? സൈലൻറ്റ് വാലിയുടെ പഴയകാല പേര് സൈരന്ധ്രി വനം എന്നായിരുന്നു. സൈരന്ധ്രി വനം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏതാണ്? കേരളത്തിൻ്റെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഇരവികുളം നാഷണൽ പാർക്കാണ്. ഇരവികുളം നാഷണൽ പാർക്ക്. ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? വരയാടാണ്. ഓപ്ഷൻ എ വരയാട്. സൈലൻറ്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ളത് ഇടുക്കി ജില്ലയ്ക്കാണ്. ഓപ്ഷൻ എ ഇടുക്കി ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏതാണ്? ഏറ്റവും വലിയ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. ഓപ്ഷൻ സി തട്ടേക്കാട്. കേരളത്തിലെ ആദ്യ വന്യജീവി സംരക്ഷണ കേന്ദ്രമായ പെരിയാർ കടുവ സംരക്ഷിത പ്രദേശം ഏതൊക്കെ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പെരിയാർ ടൈഗർ റിസർവ് ഏതൊക്കെ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇത് VFIക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. 2017 ചോദിച്ചൊരു ചോദ്യമാണ്. ഇത് കേരള PC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. കാരണം അന്ന് കറക്റ്റ് ഉത്തരം ഓപ്ഷൻസിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. ഇതാണ് കറക്റ്റ് ഉത്തരം. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം 3 ജില്ലകളിലായിട്ടാണ് പെരിയാർ ടൈഗർ റിസർവ് വ്യാപിച്ച് കിടക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല. കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? ഏറ്റവും കൂടുതൽ കടൽ തീരം ഉള്ളിടത്തായിരിക്കും ഏറ്റവും കൂടുതൽ കണ്ടൽ വനം കാണപ്പെടുക. അപ്പം ഏറ്റവും കൂടുതൽ കടൽ തീരം കണ്ണൂരിനാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ളതും കണ്ണൂർ ജില്ലയ്ക്ക് തന്നെയാണ്. പറമ്പിക്കുളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പറമ്പിക്കുളം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. പക്ഷേ എൻട്രൻസ് എവിടെ വഴി മാത്രമേ ഉള്ളൂ? എൻട്രൻസ് ആകെപ്പാടെ ഉള്ളത് തമിഴ്നാട്ട് വഴി മാത്രമേ കയറുവാൻ വേണ്ടി സാധിക്കുള്ളൂ. അത് സ്ഥിതി ചെയ്യുന്നത് മുതലമട എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിലാണ്. പാലക്കാട്ടിലെ മുതലമടയിലാണ് ഈ പറയുന്ന പറമ്പിക്കുളം സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ തമിഴ്നാട് വഴി മാത്രമേ നമുക്ക് അങ്ങോട്ട് കയറുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വന്യമൃഗ സങ്കേതം എവിടെ ആണ്? ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ഇവിടെ ആൻസർ തേക്കടിയാണ്. ഓപ്ഷൻ ഡി തേക്കടിയാണ് ഇവിടെ ആൻസർ. ഇവയിലൊന്ന് വന്യമൃഗ സങ്കേതം അല്ല. ഏതാണ്? സൈലൻറ്റ് വാലിയാണ് വന്യമൃഗ സങ്കേതം അല്ലാത്തത്. എന്താണ് പിന്നെ? അത് നാഷണൽ പാർക്കാണ് സൈലൻറ്റ് വാലി. പെരിയാർ വന്യമൃഗ സങ്കേതം ഏത് ജില്ലയിലാണ്? പെരിയാർ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ് പെരിയാർ വന്യമൃഗ സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ചെന്തുരുണിയാണ്. കൊല്ലം ജില്ലയിലാണ് ചെന്തുരുണി. ഏത് വനഭൂമിയുടെ ഭാഗമാണ് ചെന്തുരുണി വന്യമൃഗ സംരക്ഷണ കേന്ദ്രം? കുളത്തൂപ്പുഴ വനത്തിൻ്റെ ഭാഗമാണ്. ആ ഒരു വനത്തിൻ്റെ ഭാഗമാണ് ചെന്തുരുണി വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. താഴെ കൊടുത്തിരിക്കുന്ന ഡാമുകളിൽ ഏതിലാണ് മുതലകളെ കൂടുതൽ കണ്ടുവരുന്നത്? ഓപ്ഷൻസ് നോക്കുക. നെയ്യാർ ഡാമിലാണ് ഏറ്റവും കൂടുതൽ
മുതലകളെ കണ്ടുവരുന്നത്. ദേശീയ ഉദ്യാനങ്ങളിൽ പെടാത്ത വനമേഖല ഏതാണ്? ദേശീയ ഉദ്യാനത്തിൽ പെടാത്തത് ഇരവികുളമാണ്, സൈലന്റ് വാലിയാണ്, പാമ്പാടുംപാറയാണ്. ചിന്നാറാണ് അല്ലാത്തത്. ദേശീയ ഉദ്യാനം അഥവാ നാഷണൽ പാർക്കിൽ പെടാത്തത് ചിന്നാറാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ. ഡോക്ടർ സലീം അലി ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ്? അദ്ദേഹം ഒരു പ്രശസ്ത പക്ഷി നിരീക്ഷകൻ ആയിരുന്നു. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. കാട്ടുമരങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏത് മരമാണ്? തേക്ക് മരമാണ്. ഓപ്ഷൻ സി തേക്ക്. കാട് ഇല്ലാത്ത ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. ഇപ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്, ഓൾറെഡി പറഞ്ഞല്ലോ. ആലപ്പുഴയിൽ ചെറിയ തുരുത്തുകളൊക്കെ ഉണ്ട്, ഇപ്പോൾ വനങ്ങളൊക്കെ ഉണ്ട്. വനം ഏരിയ ഏറ്റവും കുറവ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആലപ്പുഴ ജില്ല എന്ന് തന്നെ പറയാം. ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ തേക്കിൻ തോട്ടം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? നിലമ്പൂരാണ്. നിലമ്പൂർ. തമിഴ്നാട്ടിലൂടെ മാത്രം എത്തിച്ചേരുവാൻ കഴിയുന്ന വന്യജീവി സങ്കേതം, കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. ഓപ്ഷൻ ഡി പറമ്പിക്കുളം. മഴക്കാടുകൾ എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ഉഷ്ണമേഖലയിലെ നിത്യഹരിത വനങ്ങളാണ് മഴക്കാടുകൾ എന്ന് അറിയപ്പെടുക. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളെ സംരക്ഷിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻസ് നോക്കുക. ഇവിടെ ആൻസർ ഏതാണ്? ഇരവികുളം. ഓപ്ഷൻ ബി ഇരവികുളം. സൈലന്റ് വാലിയുടെ പ്രത്യേകത എന്താണ്? ഓപ്ഷൻസ് നോക്കുക. ഇവിടെ എന്താണ്? സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടും സൈലന്റ് വാലിയിൽ. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന ചെടി ഏതാണ്? ഓപ്ഷൻസ് നോക്കുക. ഇവിടെ ആൻസർ നീലക്കുറിഞ്ഞിയാണ്. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അത് പൂക്കുകയുള്ളൂ. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തെന്മലയിലാണ്. കൊല്ലം ജില്ലയിലെ തെന്മല. ചുണ്ടൻ വള്ളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മരം ഏതാണ്? ഇതൊരു LGS ചോദ്യമാണ്, പഴയ LGS ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ ആഞ്ഞിലിയാണ്. ഓപ്ഷൻ ഡി ആഞ്ഞിലി. പക്ഷിപ്പാതാളം എന്ന പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ലയിലാണ് പക്ഷിപ്പാതാളം സ്ഥിതി ചെയ്യുന്നത്. ഫ്ലെമിഞ്ചിയ നീൽഗിരി എയിൻസിസ് എന്നത് കേരളത്തിൽ കാണപ്പെടുന്ന ഒരു അത്യപൂർവ ഡാഷ് ആണ്. എന്താണ് ആൻസർ? സസ്യവർഗമാണ്. ഒരു അപൂർവ സസ്യവർഗം ആണ് എന്ത്? ഫ്ലെമിഞ്ചിയ നീൽഗിരി എയിൻസിസ്. എന്താണത്? അതാണ് നമ്മുടെ നീലക്കുറിഞ്ഞി. അതിൻ്റെ ശാസ്ത്രീയ നാമവും ചോദിച്ചിട്ടുണ്ട്, ഫ്ലെമിഞ്ചിയ നീൽഗിരി എയിൻസിസ്. ഓക്കെ. കേരളത്തിൽ പ്രകൃതിയാൽ തന്നെ വളരുന്ന ചന്ദനക്കാടുകൾ കാണപ്പെടുന്ന സ്ഥലം ഏതാണ്? മറയൂരാണ്. ഓപ്ഷൻ എ മറയൂർ. മാതംഗലീല എന്തിനെക്കുറിച്ചുള്ള പുസ്തകമാണ്? ആനയെ പറ്റിയുള്ള പുസ്തകമാണ് മാതംഗലീല. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പെരിയാറാണ്. ഓപ്ഷൻ എ പെരിയാർ. കേരളത്തിലെ രണ്ടാമത്തെ കടുവാ സങ്കേതം ഏതാണ്? പറമ്പിക്കുളമാണ്. ആദ്യത്തേത് പെരിയാർ, രണ്ടാമത്തേത് പറമ്പിക്കുളം. കേരളത്തിലെ 5 ദേശീയ ഉദ്യാനങ്ങളിൽ ഏറ്റവും ചെറുതും അതുപോലെ തന്നെ ഏറ്റവും വലുതും ഈ ഒരു ജില്ലയിലാണ്. ഏതാണ് ആ ജില്ല? ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും ചെറുതും അതുപോലെ തന്നെ ഏറ്റവും വലുതും. ഏറ്റവും വലുത് ഏതാണ്? ഇരവികുളം. ഏറ്റവും ചെറുതാണ് പാമ്പാടം ചോല. രണ്ടും ഏതാണ്? നാഷണൽ പാർക്കാണ്. കേരളത്തിലെ 5 ദേശീയ ഉദ്യാനങ്ങളിൽ 4 കാണപ്പെടുന്നത് ഇടുക്കിയിലാണ്. അതിൽ ഏറ്റവും ചെറുതും ഏറ്റവും വലുതും കാണപ്പെടുന്നത് ഇടുക്കി ജില്ലയിൽ ആണ്. ഒരെണ്ണം മാത്രം മുമ്പേ പറഞ്ഞ പോലെ പാലക്കാടിന് വിട്ടുകൊടുത്തു, സൈലന്റ് വാലി. താഴെ പറയുന്നവയിൽ കേരള വന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള വന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പീച്ചിയിലാണ്. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, പീച്ചി. ലോകത്തിലെ ആദ്യത്തെ തേക്കുതോട്ടം 1842 ബ്രിട്ടീഷുകാർ ആരംഭിച്ച സ്ഥലം ഏതാണ്? നിലമ്പൂരാണ്. ഓപ്ഷൻ ബി നിലമ്പൂർ. വന്യജീവി സംരക്ഷണത്തിനായി നിയമം കൊണ്ടുവന്ന ആദ്യ ചക്രവർത്തി ആരാണ്? അശോകനാണ്. ഓപ്ഷൻ ബി അശോകൻ. പേപ്പാറ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പേപ്പാറ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ബേക്കൽ ടൂറിസ്റ്റ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ബേക്കൽ ഫോർട്ടൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ല. എടക്കൽ ഗുഹ കണ്ടെത്തിയത് ആരാണ്? ഫ്രെഡ് ഫോസറ്റ് എന്ന് പറയുന്ന ആളാണ് എടക്കൽ ഗുഹ കണ്ടെത്തിയത്. താഴെ പറയുന്നവയിൽ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരിയാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ബയോസ്ഫിയർ റിസർവ്. പൈതൽ മല ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? പൈതൽ മല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ല. കേരളത്തിലെ പ്രസിദ്ധമായ സൂചിപ്പാറ വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? സൂചിപ്പാറ സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്.
തിരുനെല്ലി ക്ഷേത്രം ഏത് മലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുനെല്ലി സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് ബ്രഹ്മഗിരി. വനവൃക്ഷങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന ഈ വൃക്ഷം കേരളത്തിലെ കാടുകളിൽ സമൃദ്ധമായി വളരുന്നു. ഏതാണ് ഈ കാട്ടുമരങ്ങളുടെ രാജാവ്? തേക്ക് മരമാണ്. ഓപ്ഷൻ ബി തേക്ക് മരം. നെല്ലിയാമ്പതി ഹിൽസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് ജില്ലയിലാണ്? പാവപ്പെട്ടവരുടെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്? സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലാണ്. മറയൂർ എന്ന സ്ഥലം ഏതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? മറയൂർ ചന്ദനക്കാടുകളുമായിട്ട് ബന്ധമുള്ളതാണ് മറയൂർ. പാവപ്പെട്ടവൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? നെല്ലിയാമ്പതിയാണ്. ഓപ്ഷൻ എ നെല്ലിയാമ്പതി. താഴെ തന്നിട്ടുള്ളവയിൽ വംശനാശം സംഭവിച്ച ജീവി ഇനം ഏതാണ്? ഓപ്ഷൻസ് നോക്കുക. ഇവിടെ ആൻസർ മലബാർ വെരുകാണ്. പാഠപുസ്തകത്തിലെ ചോദ്യമാണ്. മലബാർ വെരുകാണ്. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം പ്രീവിയസ് ക്വസ്റ്റൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പക്ഷേ പാഠപുസ്തകത്തിൽ മാത്രം കാണുന്ന ഒരു ചോദ്യമാണ്. മലബാർ വെരുക. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണ്? അഗസ്ത്യാർകൂടമാണ്. ഓപ്ഷൻ എ അഗസ്ത്യാർകൂടം. ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണ്? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഏതാണ്? കുമരകമാണ്. കുമരകം ബാക്ക് വാട്ടേഴ്സ് അവിടുത്തെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് എന്നുള്ളത്. അതിൻ്റെ ഒരു ടാഗ് ലൈനാണ് കുമരകം വിനോദസഞ്ചാര കേന്ദ്രം. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഓപ്ഷൻ ഡി കേരളം. തിരമാലകളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ സ്ഥലം ഏതാണ്? വിഴിഞ്ഞമാണ്. ഓപ്ഷൻ ഡി വിഴിഞ്ഞം. അനേട്ടിൻ്റെ ആസ്ഥാനം ഏതാണ്? അനേട്ടിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയാണ്. ഓപ്ഷൻ എ തിരുവനന്തപുരം. മുല്ലപ്പെരിയാർ തർക്ക പരിഹാരത്തിനുള്ള 5 അംഗ സമിതിയുടെ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻസ് നോക്കുക. ജസ്റ്റിസ് AS ആനന്ദാണ് ഇതിൻ്റെ ഉത്തരം. മുല്ലപ്പെരിയാർ ഡാം നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ജോൺ പെന്നിക്വിക്കാണ്. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനവും മരണദിനവും ഇപ്പോൾ തമിഴ്നാട്ടിൽ പൊതു അവധിയായിട്ടാണ് ആഘോഷിക്കുന്നത്. കറണ്ട് അഫയർ ചോദ്യമാണ്. മുല്ലപ്പെരിയാർ ഡാം നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ജോൺ പെന്നിക്വിക്കാണ്. മുല്ലപ്പെരിയാർ ഡാം പണിയുന്നത് 1895 മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ഉയരം കൂട്ടുന്നത് സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ്? കേരളവും തമിഴ്നാടും. ഓപ്ഷൻ സി കേരളവും തമിഴ്നാടും. മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മാണത്തിൽ കേരളവുമായി തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ഓപ്ഷൻ സി തമിഴ്നാട്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. 1940 ആരംഭിക്കുന്നത്. ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് അത് ആരംഭിക്കുന്നത്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. അത് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അത് മുതിരമ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു നദിയിലാണ് ആ ഒരു ഡാം പണിത് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. വെള്ളം തരാം ജീവൻ തരൂ എന്ന മുദ്രാവാക്യവുമായി കേരളത്തിൽ നടക്കുന്ന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുല്ലപ്പെരിയാർ ഡാം സമരവുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇടുക്കിയിൽ വൈദ്യുതി ഉൽപ്പാദനം ആരംഭിച്ചത് ഏത് വർഷമാണ്? 1976 അവിടെ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഏറ്റവും വലുത് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി. ഓപ്ഷൻ എ ഇടുക്കി. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ജലസംഭരണിയിൽ ഏത് നദിയിലെ ജലമാണ് സംഭരിക്കപ്പെടുന്നത്? ഓപ്ഷൻസ് നോക്കുക. ഇവിടെ ആൻസർ പെരിയാറാണ്. ഓപ്ഷൻ എ പെരിയാർ. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ച വർഷം ഏതാണ്? 1895. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഏതാണ്? ഇടുക്കി ഡാമാണ്. ആർച്ച് ഡാം, ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഇടുക്കി. ഇടുക്കി അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച വിദേശ രാജ്യം ഏതാണ്? കാനഡയാണ്. ഓപ്ഷൻ എ കാനഡ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണ്? അതും ഇടുക്കി തന്നെയാണ്. ഓപ്ഷൻ ബി ഇടുക്കി. കേരളത്തിലെ കമാന അണക്കെട്ട് അഥവാ ആർച്ച് ഡാം. ആർച്ചിൻ്റെ മലയാളമാണ് കമാനം. കേരളത്തിലെ കമാന അണക്കെട്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടുക്കിയാണ്. ഓപ്ഷൻ എ ഇടുക്കി. മലമ്പുഴ ഡാം ഏതു ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ് മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി. തിരിഞ്ഞു പോകരുത് ഈ ഒരു ചോദ്യം. ഏറ്റവും ആദ്യത്തേതെന്ന് ചോദിക്കും. നമ്മളിപ്പോൾ തന്നെ നോക്കും. ഏറ്റവും ആദ്യത്തേതെന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി എന്നും ചോദിക്കും.
ഏറ്റവും വലുത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കുത്തുങ്കലാണ്. കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മണിയാറാണ്. ഇവിടെ ചോദ്യത്തിൻ്റെ ഉത്തരം കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി ഏത്? ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കുത്തുങ്കലാണ്. ഓപ്ഷൻ സി കുത്തുങ്കൽ. ഇനിയിപ്പോൾ ചോദ്യം ചോദിക്കുന്നത് വേറെ രീതിയിലും ചോദിക്കാറുണ്ട്. കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി, ഏറ്റവും ആദ്യത്തെ സ്വകാര്യ വൈദ്യുത പദ്ധതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മണിയാറാണ്. ഇവിടെ നമ്മുടെ ചോദ്യം എന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി കുത്തുങ്കലാണ്. കുത്തുങ്കൽ. കൺഫ്യൂഷൻ ആകരുത്, തിരിഞ്ഞു പോകരുത്. ഏറ്റവും വലുത് കുത്തുങ്കൽ, ഏറ്റവും ആദ്യത്തേത് മണിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ ഊർജ ഉൽപ്പാദനം ഏതാണ്? ജലവൈദ്യുതിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. മലബാറിലെ ഏക ജലവൈദ്യുത പദ്ധതി ഏതാണ്? കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ്. ഇതിനെപ്പറ്റി ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, ഈ കുറ്റ്യാടി എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിക്കും. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പണ്ട് നമ്മൾ മലബാറെന്ന് വിളിക്കുമായിരുന്നു, പിന്നീട് അത് സ്പ്ലിറ്റ് ആയല്ലോ, മലപ്പുറം കോഴിക്കോടൊക്കെ ആയിട്ട് മാറി. ഇപ്പോൾ അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. അങ്ങനെയും ചോദ്യം കണ്ടിട്ടുണ്ട്. എവിടെയാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ഓപ്ഷൻ്റെ അകത്ത് മലപ്പുറം ഉണ്ടാകും. തൊട്ട് താഴെ കോഴിക്കോട് ഉണ്ടാവും. കോഴിക്കോടെ മാർക്ക് ചെയ്യാവുള്ളൂ. കോഴിക്കോടാണ് അതിൻ്റെ ആൻസർ. കുറ്റ്യാടി എവിടെയാണ് സ്ഥിതി ചെയ്യുക? കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. വിവാദമായിരിക്കുന്ന പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഓക്കെ. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇതാണ് മുമ്പേ പറഞ്ഞത്. കോഴിക്കോട് ജില്ലയിലാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതി ഏതാണ്? ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് മീൻവല്ലം ജലവൈദ്യുത പദ്ധതി. പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ് നടപ്പിലാക്കിയത്? പള്ളിവാസൽ സ്ഥിതി ചെയ്യുന്നത് മുതിരമ്പുഴയിലാണ്. മുതിരമ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ തന്നെയാണ്. 1940 ആരംഭിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? കല്ലട പദ്ധതിയാണ്. കല്ലട പദ്ധതി. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല. ഇതും ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതിയുള്ളത് പാലക്കാട് ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ ജലസേചന സൗകര്യമുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. മനസ്സിലായോ? ഏറ്റവും കൂടുതൽ പദ്ധതിയുള്ളത്, പ്രൊജക്റ്റ് ഉള്ളത് പാലക്കാട് ജില്ല. പക്ഷേ ജലസേചനം, കർഷകർക്ക് ഏറ്റവും കൂടുതൽ വെള്ളം, ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് എവിടുത്തുകാർക്കാണ്? തൃശ്ശൂരുകാർക്കാണ്. നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ ഇവിടെ പാലക്കാട് ജില്ലയാണ്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? പാലക്കാട് ജില്ല ആണ്. KSEB സ്ഥാപിതമായ വർഷം എന്നാണ്? KSEB സ്ഥാപിതമായത് 1957 KSEB സ്ഥാപിതമാകുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജലവൈദ്യുത പദ്ധതി അല്ലാത്തത് ഏതാണ്? ജലവൈദ്യുത പദ്ധതി അല്ലാത്തതാണ് ചോദ്യം. ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ഏതാണ് ഇതിൻ്റെ ആൻസർ? തേക്കടിയാണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ ഡി തേക്കടി. ഷോളയാർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഷോളയാർ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഷോളയാർ അണക്കെട്ട് ഏത് നദിയിലാണ്? ചാലക്കുടിയാർ അഥവാ ചാലക്കുടി പുഴയിലാണ് ഷോളയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. മൂന്നാർ സുഖവാസ കേന്ദ്രത്തിന് അടുത്തുള്ള അണക്കെട്ടിൻ്റെ പേര് എന്താണ്? മാട്ടുപ്പെട്ടി ഡാം. മൂന്നാർ സുഖവാസ കേന്ദ്രത്തിന് അടുത്തുള്ള ഡാമാണ് മാട്ടുപ്പെട്ടി ഡാം. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. ജലസേചന പദ്ധതി അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് വായിച്ചു നോക്കുക. ജലസേചന പദ്ധതി അല്ലാത്തത് ഏതാണ്? ഷോളയാറാണ് ജലസേചന പദ്ധതി അല്ലാത്തത്. ഷോളയാറാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരളത്തിലെ ഏത് ജില്ലയാണ് സമ്പൂർണ്ണമായി വൈദ്യുതീകരിക്കപ്പെട്ടത്? സമ്പൂർണ്ണമായിട്ട് വൈദ്യുതീകരിക്കപ്പെട്ടിരിക്കുന്നത് പാലക്കാട് ജില്ലയാണ്. ഓപ്ഷൻ ഡി പാലക്കാട് ജില്ല. KSEBയുടെ സൗജന്യ ബില്ലിംഗ് പദ്ധതിയുടെ പേര് എന്താണ്? ഒരുമ എന്നാണ്. ഓപ്ഷൻ എ ഒരുമ. ഇതൊരു
ഫ്രീ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഒരുമ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ. KSEBയുടെ സൗജന്യ ബില്ലിംഗ് പദ്ധതിയുടെ പേരാണ് ഒരുമ. KSEBയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം ഏതാണ്? കഞ്ചിക്കോടാണ്. കഞ്ചിക്കോട് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടാണ് ആ ഒരു കാറ്റാടി ഫാം, KSEBയുടെ അണ്ടറിലുള്ള ആ ഒരു കാറ്റാടി ഫാം നിലവിലുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എവിടെയാണ് താപവൈദ്യുത നിലയം ഉള്ളത്? കായംകുളത്താണ്. ഓപ്ഷൻ സി കായംകുളം. കായംകുളത്ത് സ്ഥിതി ചെയ്യുന്ന വൈദ്യുത നിലയം ഏതാണ്? ഏത് തരത്തിൽപ്പെടുന്നതാണ്? താപവൈദ്യുത നിലയമാണ്. ഓപ്ഷൻ ഡി താപവൈദ്യുത നിലയം. നാഫ്ത ഇന്ധനമായി ഉപയോഗിക്കുന്ന കേരളത്തിലെ വൈദ്യുത നിലയം ഏതാണ്? കായംകുളമാണ്. കായംകുളത്താണ് നാഫ്ത ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പവർ പ്രൊജക്റ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ബ്രഹ്മപുരമാണ്. ബ്രഹ്മപുരം. ഓപ്ഷൻ ഡി ബ്രഹ്മപുരം. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് ഏത് വർഷമാണ്? 1940 പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ഡാം ഏതാണ്? മുല്ലപ്പെരിയാർ. 1895 മുല്ലപ്പെരിയാർ. കോയമ്പത്തൂരിലേക്ക് ശുദ്ധജല വിതരണത്തിനായി കേരളത്തിൽ പണിത അണക്കെട്ടിൻ്റെ പേര് എന്താണ്? ശിരുവാണിയാണ്. ഇത് നമ്മൾ ഓൾറെഡി ഒന്ന് സൂചിപ്പിച്ചിരുന്നു. കോയമ്പത്തൂരിലേക്കുള്ള ശുദ്ധജലം വിതരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിൽ പണിതിട്ടുള്ള ഡാമാണ് ശിരുവാണി. അതിൻ്റെ ഏറ്റവും ബെനിഫിറ്റ് കിട്ടുന്നത് കോയമ്പത്തൂരുകാർക്കാണ് എന്ന് മാത്രം. മുല്ലപ്പെരിയാർ കേരളത്തിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മുല്ലപ്പെരിയാർ കേരളത്തിൻ്റെ ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ് മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്നത്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആതിരപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ട് ഏതാണ്? ഏറ്റവും പഴക്കമുള്ള അണക്കെട്ട് മുല്ലപ്പെരിയാറാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. സ്വകാര്യ മേഖലയിലെ ഏറ്റവും ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മണിയാറാണ്. മണിയാർ. കേരളത്തിലെ ആദ്യ താപവൈദ്യുത നിലയം ഏതാണ്? ഏറ്റവും ആദ്യത്തെ താപവൈദ്യുത നിലയം ഏതാണ്? കായംകുളമാണ്. കായംകുളം. കേരളത്തിലെ ആദ്യ താപവൈദ്യുത നിലയം. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ നദി ഏതാണ്? പെരിയാറാണ്. ഓപ്ഷൻ സി പെരിയാർ. താഴെ പറയുന്നവയിൽ ഏതിൽ നിന്നാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്? എവിടെ നിന്നാണ്? ജലത്തിൽ നിന്നുമാണ്. ഓപ്ഷൻ എ ജലം. പരിസ്ഥിതിക്ക് കടുത്ത ആഘാതം ഏൽപ്പിക്കാം എന്നതിനാൽ ഉപേക്ഷിക്കപ്പെട്ട ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? സൈലന്റ് വാലി. ഓപ്ഷൻ ബി സൈലന്റ് വാലി. പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട്ടിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഏതിൽ പെടുന്നു എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? കാറ്റിൽ നിന്നുമാണ് അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വൈദ്യുത പദ്ധതി ഏതാണ്? ഓൾറെഡി നമ്മൾ കണ്ടതാണ്. ഏതായിരുന്നു? കുത്തുങ്കലായിരുന്നു ഏറ്റവും വലിയ സ്വകാര്യ വൈദ്യുത പദ്ധതി. ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഒന്നുകൂടെ പറയുന്നത്. ഏറ്റവും വലിയ സ്വകാര്യ വൈദ്യുത പദ്ധതിയാണ് കുത്തുങ്കൽ. സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കേരളത്തിൽ ഒരുമ ബില്ലിംഗ് സമ്പ്രദായം ഏർപ്പെടുത്തിയ സ്ഥാപനം ഏതാണ്? KSEB ആണ്. KSEBയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം ഏതായിരുന്നു? കഞ്ചിക്കോടായിരുന്നു. ഓപ്ഷൻ സി കഞ്ചിക്കോട്. ലാഭപ്രഭ എന്നത് ഏതുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്? വൈദ്യുതിയാണ്. ഓപ്ഷൻ എ വൈദ്യുതി. പള്ളിവാസൽ പ്രൊജക്റ്റ് ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഏത് നദിയായിരുന്നു? മുത്തിരമ്പുഴയായിരുന്നു. ഓപ്ഷൻ സി മുത്തിരമ്പുഴ. കല്ലട ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലാണ്. മലമ്പുഴ ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മലമ്പുഴ ഡാം എവിടെയാണ്? ഭാരതപ്പുഴയിലാണ്. ഇടുക്കി ഡാം ഏത് നദിയിലാണ്? പെരിയാറിലാണ്. ധോണി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ധോണി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. അതുപോലെ ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ചീയപ്പാറ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ല. തുഷാരഗിരി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തുഷാരഗിരി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. തുഷാരഗിരി വെള്ളച്ചാട്ടം. ഇടുക്കി ജില്ലയിൽ നേര്യമംഗലത്തിനും അടിമാലിക്കും ഇടയിലായി കാണപ്പെടുന്ന വെള്ളച്ചാട്ടം ഇടുക്കി ജില്ലയിൽ ഏതായിരുന്നു? ചീയപ്പാറയാണ്. ഓപ്ഷൻ ബി ചീയപ്പാറയാണ് ഇതിൻ്റെ ആൻസർ. ഏത് സ്ഥലത്താണ് ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്? ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് സ്ഥലമാണ്? ഇതിൻ്റെ ആൻസർ
ചാലക്കുടിയാണ്, ചാലക്കുടി. മീൻമുട്ടി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? മീൻമുട്ടി എവിടെയാണ് മീൻമുട്ടി ഉള്ളത്? വയനാട് ജില്ലയിലാണ് ആ ഒരു വെള്ളച്ചാട്ടം ഉള്ളത്. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ആദ്യത്തെ ആദിവാസി ഗ്രാമപഞ്ചായത്താണ് ഇട്ടമലക്കുടി. കേരളത്തിലെ ഒരു ആദിവാസി വിഭാഗത്തിൻ്റെ പേര് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇതിൻ്റെ ആൻസർ പണിയറാണ്, പണിയർ. ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വിഭാഗം ഏതാണ്? ചോലനായ്ക്കറാണ്, ചോലനായ്ക്കർ. ചോലനായ്ക്കർ എന്ന ആദിവാസി വിഭാഗത്തെ കൂടുതലായി കാണപ്പെടുന്ന സ്ഥലം ഏതാണ്? അവരെ കാണപ്പെടുന്നത് നിലമ്പൂർ വനത്തിൻ്റെ ഉള്ളിലാണ്. അവർ താമസിക്കുന്നത് ഗുഹയ്ക്കുള്ളിലാണ്. മഹാത്മാഗാന്ധി കേരളത്തിലെ ആദിവാസികളെക്കുറിച്ച് ഒരു ലേഖനം യങ് ഇന്ത്യയിൽ എഴുതിയിട്ടുണ്ട്. അത് ഏത് ആദിവാസി വർഗത്തെക്കുറിച്ചിട്ട് ആണ്? നായാടികൾ, നായാടികളെ പറ്റിയിട്ടാണ് അദ്ദേഹം യങ് ഇന്ത്യയിൽ എഴുതിയിരിക്കുന്നത്. പെൺ ശിശുഹത്യ പിന്തുടരുന്ന ഒരു ആദിവാസി സമൂഹത്തിൻ്റെ പേര് എന്താണ്? കള്ളാർ എന്നാണ്, കള്ളാർ. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം ഏതാണ്? പണിയറാണ്, ഓപ്ഷൻ എ പണിയർ. ഒരു വനിതാ സഹകരണ ബാങ്ക് തുറന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ്. ഏറ്റവും ആദ്യമായിട്ട് ഒരു വനിതാ സഹകരണ കോപ്പറേറ്റീവ് ബാങ്ക് തുടങ്ങുന്നത് കേരളത്തിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഷെഡ്യൂൾഡ് ബാങ്ക്, ഈ ഒരു ചോദ്യം നമ്മൾ വേറെ രീതിയിലൊക്കെ കണ്ടതാണ്. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് എന്നൊക്കെ കണ്ടതാണ്. കേരളത്തിലെ ആദ്യത്തെ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും നെടുങ്ങാടി ബാങ്ക് തന്നെയാണ്, ഓപ്ഷൻ ഡി നെടുങ്ങാടി ബാങ്ക്. കേരളത്തിലെ ആദ്യ സ്വകാര്യ ബാങ്കായ നെടുങ്ങാടി ബാങ്ക് പിന്നീട് ഏത് ബാങ്കിലാണ് ലയിപ്പിച്ചത്? പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ് അത് പിന്നീട് ലയിപ്പിച്ചത്. കേരള സംസ്ഥാന സാമ്പത്തിക അവലോകനം അനുസരിച്ച് കേരള ഗവൺമെൻറ്റിൻ്റെ GDP വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സഹായിച്ച മേഖല ഏതാണ്? സേവന മേഖല അഥവാ തൃതീയ മേഖലയാണ്, ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. താഴെ പറയുന്നവയിൽ സംസ്ഥാന സർക്കാർ ചുമത്തുന്ന നികുതി ഏതാണ്? ഒരു പഴയ ചോദ്യമാണ്. ഓപ്ഷൻസ് നോക്കുക. ഇവിടെ ആൻസർ സ്റ്റാമ്പ് ഡ്യൂട്ടിയാണ്, ഓപ്ഷൻ എ സ്റ്റാമ്പ് ഡ്യൂട്ടി. ഓക്കെ, ബാക്കി വ്യക്തിഗത വരുമാനം നമുക്ക് ആർക്കാണ് നമ്മളത് കൊടുക്കുന്നത്? സെൻട്രൽ ഗവൺമെൻറ്റിനാണ് കൊടുക്കുന്നത്. തൊഴിൽ നികുതിയും വിനോദ നികുതിയും അങ്ങനെ തന്നെ. സംസ്ഥാന സർക്കാർ ചുമത്തുന്ന നികുതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? സ്റ്റാമ്പ് ഡ്യൂട്ടിയാണ്. ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഈ വ്യക്തിഗത വരുമാന നികുതി ഏത് ഗവൺമെൻറ്റിനാണ് കൊടുക്കേണ്ടത് എന്നുള്ള ചോദ്യം പലയിടത്തും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ആൻസർ ഏതാണ്? സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഇൻകം ടാക്സ് പിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ ആരാണ്? ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ പ്ലാനിംഗ് കമ്മീഷൻ പോലെ തന്നെ ആസൂത്രണ ബോർഡ്, അതിൻ്റെ അധ്യക്ഷൻ എപ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ സ്ഥാപിതമായ വർഷം എന്നാണ്? SBT. ഇപ്പോൾ SBT ഇല്ലല്ലോ, ഇപ്പോൾ SBI മാത്രമല്ലേ ഉള്ളൂ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ സ്ഥാപിതമായ വർഷം എന്നാണ്? 1945 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ സ്ഥാപിതം ആകുന്നത്. കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായ നികുതി, ഇതൊരു 2017 ചോദ്യമാണ്. ഇപ്പോൾ ഈ ഒരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറവാണ്. ഇപ്പോൾ എല്ലാം GST അല്ലേ. എന്നിരുന്നാൽ പോലും ആ ഒരു സമയത്ത് ഇതിൻ്റെ കീ വിൽപ്പന നികുതിയാണ്. വിൽപ്പന നികുതി, ഓപ്ഷൻ ഡി വിൽപ്പന നികുതി. ഓക്കെ, കേരളത്തിൽ എത്ര സിറ്റി കോർപ്പറേഷനുകൾ ഉണ്ട്? കേരളത്തിൽ എത്ര സിറ്റി കോർപ്പറേഷൻ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ 6 ഓപ്ഷൻ ബി 6. കോർപ്പറേഷനിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന വ്യക്തി അറിയപ്പെടുന്ന പേര് എന്താണ്? മേയർ എന്നാണ്, ഓപ്ഷൻ സി മേയർ. താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രാമപഞ്ചായത്തുകളുടെ ചുമതലയിൽ ഉൾപ്പെടാത്തത്, ഗ്രാമപഞ്ചായത്തിൻ്റെ ചുമതലയിൽ ഉൾപ്പെടാത്തത് എന്താണ്? ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. സാക്ഷരതാ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണവും കോർഡിനേഷനും അത് ഈ പറഞ്ഞ ഗ്രാമപഞ്ചായത്തിൻ്റെ ചുമതലയിൽ പെടുന്നത് അല്ല. ബാക്കി 3 ഗ്രാമപഞ്ചായത്താണ് പെർമിഷൻ നൽകേണ്ടത്. അതായത് ഭക്ഷ്യവിൽപ്പന സ്ഥാപനങ്ങളുടെ ലൈസൻസ് നൽകുക, അതുപോലെ തന്നെ കശാപ്പ് ശാലകളുടെ നടത്തിപ്പ്, മേളകളും ഉത്സവങ്ങളും നിയന്ത്രിക്കുന്നതൊക്കെയും തന്നെ ഈ പറഞ്ഞ ഗ്രാമപഞ്ചായത്തുകളാണ്. പക്ഷേ ഈ പറഞ്ഞ സാക്ഷരതാ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണവും കോർഡിനേഷനും നടത്തുന്നത് ഈ പറഞ്ഞ ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല, സെൻട്രൽ ഗവൺമെൻറ് ഡയറക്ഷനും കൂടി ഉണ്ടാകും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ്, ഇത് ഒരു റീസണിങ് ടൈപ്പ് ചോദ്യമാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റിന് കറസ്പോണ്ടിങ് ആണ് എന്നുണ്ടെങ്കിൽ കോർപ്പറേഷന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് വരേണ്ടത്? ഇതിൻ്റെ ആൻസർ മേയറാണ്, ഓപ്ഷൻ സി മേയർ. ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നത് ഏത് മുഖ്യമന്ത്രിയുടെ കാലത്താണ്? ത്രിതല പഞ്ചായത്ത് സംവിധാനം വരുന്നത് AK ആൻ്റണിയുടെ കാലഘട്ടത്ത്
ആണ്. ഒരു ഗ്രാമപഞ്ചായത്തിലെ പരമാവധി വാർഡുകൾ എത്ര വാർഡുകൾ വരെ പരമാവധി ആകാം? 20 മാക്സിമം വരാവുന്നത് 20 വാർഡ് വരെ ആകാം. കേരള പഞ്ചായത്ത് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? കേരള പഞ്ചായത്ത് ആക്ട് നിലവിൽ വരുന്നത് 1994 കേരള പഞ്ചായത്ത് ആക്ട് നിലവിൽ വരുന്നത്. കേരളത്തിൽ പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത് ഏത് വർഷം? ഡേറ്റ് ഉൾപ്പെടെ ചോദിക്കാറുണ്ട്. 1994 ഏപ്രിൽ 23 ആൻസർ. കേരള പഞ്ചായത്ത് ദിനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെയാണ്. കേരള പഞ്ചായത്ത് ദിനം എന്നറിയപ്പെടുന്നത് ഫെബ്രുവരി 19 കേരള പഞ്ചായത്ത് ദിനം ഫെബ്രുവരി 19. ഇതും ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. കേരള പഞ്ചായത്ത് ദിനം ഫെബ്രുവരി 19. നമ്മൾ പറഞ്ഞത് പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1994 ഏപ്രിൽ 23 പഞ്ചായത്ത് ദിനം ഫെബ്രുവരി 19 ആണ്. താഴെ പറയുന്നവയിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ചുമതലയിൽ വരാത്തത് ഏത്? ജില്ലാ പഞ്ചായത്തിൻ്റെ ചുമതലയിൽ വരാത്തത് ഏത്? ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. കശാപ്പ് ശാലകളുടെ നടത്തിപ്പ് ജില്ലാ പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്നത് അല്ല. അതെന്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്? ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ബാക്കിയെല്ലാം തന്നെ ഈ പറഞ്ഞ ജില്ലാ പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഹൈസ്കൂളിൻ്റെ UP സ്കൂളിൻ്റെ ഒക്കെ നിയന്ത്രണം, മേൽനോട്ടം, അതുപോലെ തന്നെ അനാഥാലയങ്ങൾക്ക് ഗ്രാൻറ്റ് നൽകൽ, അതുപോലെ ഗ്രന്ഥശാലകളുടെ നിയന്ത്രണവും പ്രോത്സാഹനമൊക്കെ ഈ പറഞ്ഞ ജില്ലാ പഞ്ചായത്താണ് തീരുമാനിക്കുന്നത്. പക്ഷേ കശാപ്പ് ശാലകളുടെ കൺട്രോള് ഗ്രാമപഞ്ചായത്താണ് തീരുമാനിക്കേണ്ടുന്നത്. പഞ്ചായത്ത് അംഗമായി മത്സരിക്കുവാൻ വേണ്ടുന്ന ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? 21 വയസ്സാണ്. പഞ്ചായത്ത് അംഗമാക്കുവാനും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആവാനും മേയറാകാനും ഒക്കെ വേണ്ടുന്ന മിനിമം പ്രായം 21 വയസ്സാണ്. ജനകീയാസൂത്രണം ആരംഭിച്ചത് ഏത് വർഷമാണ്? ജനകീയാസൂത്രണം ആരംഭിക്കുന്നത് 1996 അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കുന്നതിൽ കേരളം കണ്ടെത്തിയ മാർഗം ഏതാണ്? ജനകീയ ആസൂത്രണമാണ്. 1996 ആരംഭിച്ച ജനകീയ ആസൂത്രണമാണ് അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടിയിട്ടുള്ള ടൂളായിട്ട് കേരളം തിരഞ്ഞെടുത്തത്. കേരളത്തിൽ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ 941 941 ഗ്രാമപഞ്ചായത്തുകൾ. ഏറ്റവും മികച്ച പഞ്ചായത്തിന് നൽകുന്ന അവാർഡ് ഏതാണ്? കേരളത്തിലെ ഏറ്റവും മികച്ച പഞ്ചായത്തിന് നൽകുന്ന അവാർഡാണ് സ്വരാജ് ട്രോഫി. ത്രിതല പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിൽ ഏറ്റവും താഴെയുള്ള തലം ഏത്? ഏറ്റവും താഴെയുള്ള തലം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഗ്രാമപഞ്ചായത്താണ്. ത്രിതല പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിൽ ഏറ്റവും താഴെ, ആ ഒരു സിസ്റ്റത്തിൽ ഏറ്റവും താഴെ ഗ്രാമപഞ്ചായത്താണ്. ശുചിത്വത്തിന് ഗ്രാമീണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡ് ഏതാണ്? നിർമ്മൽ ഗ്രാമ പുരസ്കാരം. നിർമ്മൽ ഗ്രാമ പുരസ്കാർ ആണ്. അതെന്തിനാണ് നൽകുന്നത്? ശുചിത്വത്തിനാണ് ഗ്രാമ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡാണ് നിർമ്മൽ ഗ്രാമ പുരസ്കാർ. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വിസ്തീർണമുള്ള പഞ്ചായത്ത്, ഏറ്റവും കുറവ് വിസ്തീർണമുള്ള പഞ്ചായത്താണ് വളപട്ടണം. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ള ജില്ല ഏത്? ഓപ്ഷൻസിൽ ആൻസർ ഏതാണ്? മലപ്പുറമാണ്. ഓപ്ഷൻ ബി മലപ്പുറം. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് പോത്തുങ്കലാണ്. ഓപ്ഷൻ എ പോത്തുങ്കൽ. കേരളത്തിലെ ആദ്യത്തെ വ്യവഹാര രഹിത പഞ്ചായത്ത് ഏതാണ്? വരവൂറാണ്. വരവൂർ. ഓപ്ഷൻ ബി വരവൂർ. കേരളത്തിലെ ആദ്യത്തെ ബാലഗ്രാമ പഞ്ചായത്ത് ഏതാണ്? ബാലഗ്രാമ പഞ്ചായത്ത് നെടുമ്പാശ്ശേരിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വനിതകൾക്കുള്ള സംവരണം എത്ര ശതമാനമാണ്? 50%. 50%. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന നിയമം ഏതാണ്? പഞ്ചായത്ത് രാജ് ആക്റ്റാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ. പഞ്ചായത്തി രാജ്. കില എവിടെ സ്ഥിതി ചെയ്യുന്നു? കില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് അതിൻ്റെ ആസ്ഥാനം. അല്ലെങ്കിൽ അത് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൃശ്ശൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. കില എവിടെയാണ്? തൃശ്ശൂരിലാണ്. കേരളത്തിൽ ആദ്യമായി ഒരു പട്ടികവർഗ വനിത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി വഹിച്ച ജില്ല ഏതാണ്? ഏത് ജില്ലയായിരിക്കും? പട്ടികവർഗ്ഗക്കാർ ഏറ്റവും കൂടുതൽ എവിടെയാണ്? വയനാടിലാണ് അല്ലേ? അപ്പോൾ അവിടെ തന്നെ ആയിരിക്കും ഇതിൻ്റെ ഉത്തരം. എവിടെയാണ്? വയനാട് ജില്ലയിൽ നിന്നാണ് ആദ്യത്തെ പട്ടികവർഗ
പട്ടികവർഗത്തിൽ പെടുന്ന ആൾ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് മാറുന്നത്. എവിടെയാണ്? വയനാട്. കേരളത്തിൽ ഇപ്പോൾ എത്ര ജില്ലാ പഞ്ചായത്തുകളുണ്ട്? എത്ര ജില്ലയുണ്ട്? 14 ജില്ല. അതുകൊണ്ട് തന്നെ എത്ര ജില്ലാ പഞ്ചായത്തുണ്ട്? 14 ജില്ലാ പഞ്ചായത്ത്. കേരളത്തിൽ ആകെ എത്ര ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്? എത്ര ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 152 ആണ്. 152. ഓക്കെ. പഞ്ചായത്ത് മുനിസിപ്പൽ സ്ഥാപനങ്ങളിലെ വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ ചെയർമാൻ ആരായിരിക്കും? ഇതിൻ്റെ ആൻസർ ഒരു ബന്ധപ്പെട്ട ഭരണസമിതിയിലെ മെമ്പർ ആയിരിക്കും വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ ചെയർമാൻ. ഓപ്ഷൻസ് ഇവിടെ വായിച്ചു നോക്കണേ. ഇതിൻ്റെ ആൻസർ ഭരണസമിതി മെമ്പർ. കോർപ്പറേഷൻ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കുവാൻ വേണ്ടുന്ന കുറഞ്ഞ പ്രായം എത്രയാണ്? 21 വയസ്സാണ്. കോർപ്പറേഷൻ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടുന്ന കുറഞ്ഞ പ്രായം 21 വയസ്സ്. ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെ? ഇതിൻ്റെ ആൻസർ ഗ്രാമസഭയാണ്. ഗ്രാമസഭ. ഇത് കറക്റ്റ് പാഠപുസ്തകത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. 2017 ചോദിച്ചൊരു ചോദ്യമാണ്. ഹൈസ്കൂളിൽ എവിടെയോ പറയുന്നുണ്ട്. സോഷ്യൽ സയൻസിൻ്റെ അകത്തെ ഒരു ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ ഗ്രാമസഭയാണ്. കറക്റ്റ് വികസനം തുടങ്ങുന്നത്, ഇതിൻ്റെ പദ്ധതികൾ തയ്യാറാക്കി തുടങ്ങുന്നത് ഗ്രാമസഭയിൽ കൂടിയാണ്. ഗ്രാമപഞ്ചായത്തിൻ്റെ അണ്ടറിൽ ഗ്രാമസഭയിൽ, പിന്നീട് എവിടെയാണ്? പിന്നീട് ബ്ലോക്ക്, പിന്നീട് ജില്ലാതലം, സ്റ്റേറ്റ് തലം, അങ്ങനെ പോകും. ഓക്കെ, ഇത് പാഠപുസ്തകത്തിലെ ഒരു ചോദ്യമാണ്. പറഞ്ഞു എന്നേ ഉള്ളൂ. തൽക്കാലം നമ്മൾ ഇവിടെ വെച്ചിട്ട് നിർത്തുകയാണ്. ഇനിയും നമുക്ക് ഏകദേശം ഇത്രത്തോളം ചോദ്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടുണ്ട്. PDF ആയിട്ടില്ല. PDF ആവുന്ന മുറയ്ക്ക് ലാസ്റ്റ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ബാക്കി മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം കണ്ടും കേട്ടും സഹായിച്ചു വരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.